ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ വെഡ്ഡിങ് വ്ളോഗിൻ്റെ പാർട്ട് 1 ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പാർട്ട് 2 ആയിട്ടാണ് ഞാൻ ഈ വ്ളോഗ് ഇടുന്നത്. സോ ഇതാണ് എൻ്റെ ആക്ച്വൽ വെഡ്ഡിങ് ഡേ വന്നിട്ട്. അപ്പം ഫസ്റ്റ് എൻ്റെ വെഡ്ഡിങ് വ്ളോഗിൻ്റെ പാർട്ട് 1 കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. ആദ്യം തന്നെ രാവിലെ നമ്മൾ മേക്കപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം രാവിലെ നമ്മൾ ഫസ്റ്റ് ലുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ലുക്കും പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു. 9 മണിക്കായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട മുഹൂർത്തം. സോ 9 മണി ആകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ കുറച്ച് ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അമ്മമ്മേൻ്റെ ഒപ്പരും അച്ഛമ്മയും പിന്നെ അച്ഛൻ്റെ അനിയത്തിയും അങ്ങനെ എല്ലാവരും പിന്നെ കസിൻസും ഇളയപ്പന്മാരും ഇളയമ്മമാരും അങ്ങനെ എല്ലാവരും ഒന്നിച്ച് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം അപ്പോഴത്തേക്ക് ഏകദേശം നമുക്ക് ഇറങ്ങേണ്ട ടൈമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് ഓഡിറ്റോറിയത്തിലേക്കാണ്. ഓഡിറ്റോറിയം നമ്മളെ വീട്ടിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ അത് ആ ഒരു ടൈം നോക്കിയിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മളെ മുഹൂർത്തം 11-നും 12-നും അടുക്കായിരുന്നു നമ്മളെ മുഹൂർത്തം ഉണ്ടായത്. സോ ആ ഓൾറെഡി മേക്കപ്പും കാര്യങ്ങളൊക്കെ ഓൾറെഡി സെറ്റ് ആയതുകൊണ്ട് ആ സമയമാകുമ്പോഴത്തേക്ക് എത്തിയാൽ മതി എന്നുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് ഇറങ്ങിയിട്ടുണ്ടായത്. അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം 9 മണിയാകുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ അച്ഛനും അച്ഛമ്മയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവരെയും അനുഗ്രഹമൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ കുറച്ച് ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം എടുത്തു. ഇനി ഓഡിറ്റോറിയത്തിലേക്ക് പോയിട്ട് എടുക്കുന്നത് ഭയങ്കര ചടങ്ങായിരിക്കും. കാരണം ആളും തിരക്കൊക്കെ ആയാലും നമുക്ക് വിചാരിച്ച പോലെ ഫോട്ടോസൊക്കെ കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഫാമിലി ഫോട്ടോസൊക്കെ കുറച്ച് നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ രാവിലെ തന്നെ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിന് ശേഷമാണ് നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോയിട്ടുണ്ടായത്. അങ്ങനെ ഞാൻ അച്ഛൻ്റെയും അമ്മേൻ്റെയും എല്ലാവരും അനുഗ്രഹം വാങ്ങിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മീൻസ് കല്യാണം കഴിക്കാൻ. അപ്പോൾ ഇനി ഞാൻ കല്യാണം കഴിച്ചിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ എന്തായാലും ഇന്ന് വീട്ടിലേക്കായിരിക്കുമല്ലോ വരുന്നത്. അപ്പം ആ ഒരു സങ്കടം ഉള്ളിലുണ്ടായിന്. പക്ഷെ ഞാൻ പുറത്ത് കാണിച്ചിട്ടില്ലാന്നേ ഉള്ളൂ. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലെയാണ് പോകുന്നത്. പിന്നെ അത്ര ദൂരമൊന്നുമില്ല കല്യാണം കഴിച്ചിട്ട് പോകുന്ന വീട്. എന്നാലും വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് എപ്പോഴും ഇറങ്ങുന്ന പോലെ അല്ലല്ലോ ഇന്ന് ഇറങ്ങുന്നത്. ഇന്ന് കല്യാണത്തിന് ഇറങ്ങുന്നതല്ലേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇമോഷൻസും കാര്യങ്ങളും ഒരു മിക്സ്ഡ് ഇമോഷൻസ് ആയിരുന്നു. കരഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും ഉള്ളിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കല്യാണത്തിന് ഇറങ്ങി. ഇന്ന് ഇറങ്ങിയെങ്കിലും നാളെ ഞാൻ വിരുന്നിന് വീണ്ടും വരും. എന്നാലും ഇന്നത്തെ ഇറക്കം വേറെ തന്നെ ഒരു ഇറക്കമാണല്ലോ. അങ്ങനെ നമ്മൾ കല്യാണത്തിൻ്റെ ഓഡിറ്റോറിയത്തിലേക്ക് എത്തി. പിന്നെ അവിടെ എത്തിയതിന് ശേഷം എല്ലാം ഷടപടി എന്നായിരുന്നു. കൃഷ്ണ കൃഷ്ണ രാധേ രാധേ കൃഷ്ണ.
നമ്മളെ കല്യാണത്തിന് ഈ കല്യാണ മാലയും കാര്യങ്ങളൊക്കെ പൂജാരി വന്നിട്ട് പൂജിച്ചിട്ടാണ് കേട്ടോ നമ്മൾ കല്യാണത്തിന് നമുക്ക് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പൂജിച്ചിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത്. അത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ ഒരു ട്രഡീഷനായിട്ട് അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് നല്ല രസമുണ്ടായിരുന്നു. ഇനി എല്ലാവരും കൂടി അമ്മ എനിക്ക് ഞാൻ ശ്രീക്ക് ഇടുന്ന ഹാരം എനിക്ക് തരുന്നതാണ് എനിക്ക്. അപ്പോൾ ഞാൻ അതും കൊണ്ട് സ്റ്റേജിലേക്ക് പോയിട്ട് പിന്നെ എൻ്റെ അനിയൻ അങ്ങനെ ഞാൻ ഈ ഹാരവും വാങ്ങിച്ചിട്ട് സ്റ്റേജിലേക്ക് പോയിട്ട് അവരെന്നെ ആദ്യം അവിടെ ഇരുത്തും. അതിന് ശേഷം ഇവരെല്ലാവരും കൂടി ശ്രീനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ എൻ്റെ അനിയനാണ് ശ്രീനെയും വിളിച്ചിട്ട് സ്റ്റേജിലേക്ക് വരുന്നത്. ഞാൻ ഹാരവുമായിട്ട് നിൽക്കുമ്പോഴത്തേക്കിന് മുന്നേ തന്നെ ഇവർ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യം പോവും, അതിൻ്റെ ബാക്കിലാണ്. പിന്നെ ഇവരെല്ലാവരും കൂടിയിട്ട് വീണ്ടും വന്നിട്ട് ശ്രീനെ വിളിച്ചിട്ട് സ്റ്റേജിലേക്ക് വന്നിട്ട് പിന്നെ അവിടുന്ന് പൂജാരിമാരെ കുറേ ചടങ്ങുകളുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഹാരം മാറി അതിന് ശേഷം താലി കെട്ടി പിന്നെ സിന്ദൂരം ചാർത്തി. അങ്ങനെയാണ് നമ്മളെ ഈ ഒരു ഓർഡർ ഉണ്ടായിരുന്നത്. പിന്നെ എല്ലാവരും ഈ ടൈം ഭയങ്കര ബിസിയായിരുന്നു. ഐശ്വര്യേച്ചിയാണ് എനിക്ക് ഈ കല്യാണത്തിൻ്റെ ഏകദേശം എല്ലാ വീഡിയോസും ഓളാണ് എനിക്ക് എടുത്തു തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് നമ്മൾ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ഇവളാണെങ്കിൽ എൻ്റെ ഇപ്പം മാല ഇടുന്ന സമയത്ത് അവിടെ നേരാക്കാനും സാരി എനിക്ക് ഇവർ പുടവ തരുന്ന സമയത്ത് അതെനിക്ക് മാറ്റാനും എല്ലാവരും സ്റ്റേജിലുള്ളതുകൊണ്ട് തന്നെ ആർക്കും താലി കെട്ടുന്ന രംഗം അത്രയ്ക്ക് അങ്ങോട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ഫോണിൽ കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കല്യാണത്തിൻ്റെ വീഡിയോസിൽ നിന്നാണ് ഞാൻ കുറച്ച് താലി കെട്ടുന്ന മൊമെൻറ്റ്സൊക്കെ അതാണ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇനി ഞാൻ വോയിസ് ഓവർ കുറച്ച് നേരത്തേക്ക് കൊടുക്കുന്നില്ല. താലികെട്ടും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം ബാക്കി ഞാൻ പറയുന്നതാണ്. ആദ്യം പെണ്ണ് വീട്ടുകാരൊക്കെ വന്ന് പെണ്ണിനെ സ്റ്റേജിൽ കയറ്റും. അപ്പം എന്നിട്ട് നമ്മളിങ്ങനെ ചുറ്റുമല്ലോ, നമ്മൾ പ്രദക്ഷിണം പോലെ ഇങ്ങനെ ചുറ്റും. അതിന് ശേഷമാണ് ചെക്കനെ ഇവരെന്നെ പോയി ചെക്കനെ കൂട്ടിയിട്ട് വരും.
അങ്ങനെ നമ്മളെ കല്യാണം നിങ്ങളിപ്പോൾ കണ്ടല്ലോ, അങ്ങനെ നല്ല അടിപൊളിയായിട്ട് കല്യാണം കഴിഞ്ഞു. അതിനുശേഷം പിന്നെ അച്ഛൻ, അച്ഛമ്മ, അച്ഛൻ, അമ്മ അങ്ങനെയില്ല എല്ലാവരും വന്നിട്ട് നമ്മളെ വീണ്ടും അരിയിരിക്കലുണ്ടായിരുന്നു, അതായത് അനുഗ്രഹമൊക്കെ തന്നു. അതിനുശേഷം കുറച്ചൊരു കപ്പിൾ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ഇത് ഇപ്പം നേരത്തെ കണ്ടത് ശ്രീൻ്റെ അച്ഛനും അമ്മയും ഫാമിലിയാണ്. ഇതെൻ്റെ ഫാമിലിയാണ്. പിന്നെ ഇതെൻ്റെ അനിയനാണ്. അതിനുശേഷം ശ്രീൻ്റെ ഏട്ടനും വൈഫും അവരുടെ നമ്മളെല്ലാവരും കുറച്ച് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ പ്രത്യേകിച്ച് കപ്പിൾ ഫോട്ടോസ് പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആദ്യം താലികെട്ടിന് ശേഷം ബാക്കി എല്ലാവരും ഫോട്ടോ വന്ന് എടുക്കുന്നതിന് മുന്നെയാണ് നമ്മൾ കുറച്ച് കപ്പിൾ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായത്. ആകെ കുറച്ചൊന്നും മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫുൾ ഫാമിലീസും വന്ന ആൾക്കാരും ഒക്കെ ആയിട്ട് ഫോട്ടോ എടുക്കുമായിരുന്നു. അപ്പോൾ നമ്മളെ കല്യാണത്തിന് ഏകദേശം ഒരു 2700-800 ആൾക്കാരുണ്ടായിരുന്നു കല്യാണത്തിന്. പിന്നെ എന്താ പറയുക, അറിയാലോ കല്യാണമാവുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും ഇങ്ങനെ ഇത് ഭയങ്കര ചൂടും ഈ ഒരു ചൂടുള്ള സമയവും അതും ഇതെല്ലാം ആയതുകൊണ്ട് പെട്ടെന്നൊന്ന് കഴിഞ്ഞിട്ട് കിട്ടിയാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക്. അപ്പം ഇതൊക്കെ നമ്മളെ കല്യാണത്തിന് വന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ അച്ഛൻ്റെ ഫാമിലി. ഇതൊക്കെ എൻ്റെ എന്താ പറയുക ഫാമിലിയാണ്, അച്ഛൻ്റെ ഫാമിലിയാണ്. കസിൻസും അച്ഛൻ്റെ അനിയന്മാരും അനിയത്തിമാർ, ഒരനിയത്തിയേ ഉള്ളൂ. അപ്പോൾ അച്ഛൻ്റെ അനിയനും അനിയത്തിയും ഇളയമ്മമാരെല്ലാം കൂടിയിട്ട്. ഇതെൻ്റെ ചേച്ചിയാണ്, അമ്മേൻ്റെ ചേച്ചിയുടെ മോളാണ്. അപ്പോൾ അതിനുശേഷം ആൾക്കാർ വന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഗോൾഡ് പർച്ചേസ് ചെയ്ത ബിന്ദു ജ്വല്ലറിയിൽ നിന്നാണ്. അപ്പോൾ അവരും വന്നിട്ടുണ്ടായിരുന്നു. സോ ഇതിന് ശേഷം എന്താ പറയുക ഇതിന് ശേഷമാണ് ശരിക്കും നമ്മൾ ആക്ച്വൽ വീഡിയോ നമ്മൾ ഫോണിലെടുത്ത് കേട്ടോ. ഇതൊക്കെ ശ്രീൻ്റെ അച്ഛൻ്റെ ഫാമിലിയും ഇത് അമ്മേൻ്റെ ഫാമിലിയാണ് കേട്ടോ. ഇത് എൻ്റെ അമ്മേൻ്റെ മൂത്ത ചേച്ചിയാണ്. പിന്നെ അതിന് ശേഷം നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സിംഗപ്പൂരിലുള്ള ഫ്രണ്ട്സും നാട്ടിലുള്ള ഫ്രണ്ട്സും എല്ലാവരും കല്യാണം കൂടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നാട്ടിലേക്ക്. അപ്പോൾ എല്ലാവരും കൂടി ഫോട്ടോസും എല്ലാം എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. നമുക്കൊരു വീഡിയോ എടുക്കാനുണ്ട് ബാക്കി. നമുക്ക് ഇന്നലെ ഹലോ ഗൈസ്, കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ കൂട്ടപ്പുരക്ക് അടുത്താണ് ഉള്ളത്. കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു അഞ്ചു കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? ഇൻവേർട്ടറാണ് ഗൈസ്. ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. ഓക്കെ, ഓളില്ലാത്ത സ്ഥിതിക്ക് ഞാനാണ് ഇന്ന് വ്ലോഗ് ചെയ്യുന്നത്. അഞ്ചു
അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഇത് ഗോളികയാണ്. ഇത് പായസത്തിൻ്റെ ഒപ്പരം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഇത് തിരുവനന്തപുരം ആ സൈഡ് ബോളിന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ പൊതുവേ ഇവിടെ ഉണ്ടാവാറുണ്ട് ഈ ഒരു ഐറ്റം. ലാസ്റ്റ് പായസത്തിൻ്റെ ഒപ്പരോ എല്ലാം പഴമെല്ലാം കൂട്ടി കഴിക്കാൻ സൂപ്പറാണ്. അങ്ങനെ ഇപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം എനിക്ക് ഇവരും തന്ന പുടവ ഉണ്ടല്ലോ, എൻ്റെ സെക്കൻഡ് സാരി, അതായത് എൻ്റെ ആ സാരി ഉടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകും. രാവിലെ എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് പ്രഗ്യേച്ചി ഈ ചേച്ചീനെ കൂടി പിന്നെ ഉച്ചയ്ക്ക് ശേഷം സാരി ഡ്രൈപ്പ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടും, ഡ്രൈപ്പ് രാവിലെ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഉടുപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് ചേച്ചീനെ ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഇനിയിപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്യുന്നു. നമ്മൾ കല്യാണം കഴിഞ്ഞു എന്നില്ല ഒപ്പും കാര്യങ്ങളൊക്കെ വേണമല്ലോ. സോ നമ്മളിപ്പം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുവാണ്. അപ്പം ഞാൻ ഉടുത്തിട്ട് എന്താ പറയുക, ഞാൻ റെഡി ആയിട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുകയെന്നവരെല്ലാം. കൊടുത്തു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സൈനൊക്കെ ഇട്ടതിന് ശേഷം ഇനി ഞാൻ വീട്ടിൽ കയറണം. നമുക്ക് 4 മണിക്കാണ് ശ്രീൻ്റെ വീട്ടിൽ കയറാൻ വേണ്ടിയിട്ട് അവർ ടൈം പറഞ്ഞിട്ടുണ്ടായത്, മുഹൂർത്തം നോക്കിയിട്ടുണ്ടായിരുന്നത്. സോ ആ ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ എത്തണം. ഇപ്പോൾ ഏകദേശം 3 മണിയായിട്ടുണ്ടായിരുന്നു നമ്മളിതൊക്കെ സൈനൊക്കെ ചെയ്തിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത്. സോ സാക്ഷികളൊക്കെ ഒപ്പിട്ടു. പിന്നെ അതിന് ശേഷം എല്ലാവരോടും ബായ് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ശ്രീൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. സാക്ഷിയിലെ അടത്തില് അഡ്രസ് മാറി
അച്ചുവിൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ മിണ്ടാനും പോയിട്ടില്ല ഈ ടൈം. എനിക്കറിയാം ഈ ടൈം ഇപ്പോൾ അച്ഛനെയും അമ്മേനെയും ഒക്കെ കാട്ടിലും എനിക്ക് ഏറ്റവും വിഷമം ഉണ്ടായത് ഓൻ ആലോചിച്ചിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓനോട് ഞാൻ അത്ര മൈൻഡാക്കാനേ ഞാൻ പോയിട്ടില്ല. ഓൻ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിലും ഞാൻ എന്തായാലും ഈ പൊട്ടട്ടി ഞാൻ. അതുകൊണ്ട് ഞാൻ ഓൻ അത്ര മൈൻഡാക്കാൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിങ്ങനെ തന്നെ ഇങ്ങനെ അത് കാമായി ഞാൻ. പെട്ടെന്ന് വന്നോ ഞങ്ങൾ ഇങ്ങോട്ടേക്കല്ലേ ശ്രീ തിരിയുന്നേ? ഇൻഡിക്കേറ്റർ ഇട്. Bro, this is my wife's house. അങ്ങനെ നമ്മൾ കുണ്ടംകുഴി വീട്ടിലെത്തി കേട്ടോ. ഇത് ശ്രീൻ്റെ വീട്ടിലേക്ക് നമ്മളെത്തി. അമ്മയെല്ലാം നേരത്തെ പോയിട്ടുണ്ടായിരുന്നു, കാരണം വിളക്കൊക്കെ തരാനുള്ളതുകൊണ്ട് അമ്മ കുറച്ച് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി എല്ലാവരും എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും എന്നെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ നമ്മൾ ഇവൻ്റെ അമ്മാവൻ്റെ മോളാണ് നമുക്ക് കിണ്ടിയിൽ കാലിന് വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ അമ്മ എനിക്ക് വിളക്ക് തന്നതിന് ശേഷം ഞാൻ വിളക്കം കൊണ്ട് വീട്ടിൽ കയറുന്ന ടൈമിൽ മീനുവാന്ന് നമുക്ക് കാലൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. അമ്മാവൻ്റെ മോളാണ്. സോ ഇതിന് ശേഷം നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ കയറുന്നു. അതിന് ശേഷം നമ്മൾ ചടങ്ങ് പോലെ പാല് രണ്ടാളും ഹാഫായിട്ട് കുടിക്കുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ വന്നവർക്കൊക്കെ സ്നാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കും. പിന്നെ എല്ലാവരും റൂമൊക്കെ വന്ന് കാണും. അങ്ങനത്തെ കുറച്ച് പരിപാടീസും ഫോട്ടോസും എല്ലാം എടുക്കുന്നതാണ്. പിന്നെ
അങ്ങനെ അച്ഛൻ, അമ്മ, അമ്മമ്മ, അതിന് ശേഷം കുട്ടു, നീതു ഇവരെല്ലാവരും കൂടി നമ്മൾ അരിയിരിച്ചതിന് ശേഷം നമ്മൾ പിന്നെ എന്താ പറയുക ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാവരും വന്നവർക്കൊക്കെ സ്നാക്സും കാര്യങ്ങളൊക്കെ കൊടുത്തു. അതിന് ശേഷം പിന്നെ എല്ലാവരും എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കുറച്ച് എന്താ പറയുക എൻ്റെ പെട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ എൻ്റെ ലഗേജും എല്ലാം ഇവരെല്ലാവരും എൻ്റെ റൂമിലേക്ക് എടുത്തു വെക്കുന്നു. പിന്നെ നമ്മൾ റൂം കാണുന്നു. ഇനി മൊത്തം അങ്ങനെയാണ് കേട്ടോ. നിന്നെ ഇതാക്കുന്നത് കളിയാക്കുന്നത് ഇവൻ ഇവൻ ടെറർ. സ്നേഹനിധിയായ അനിയനും അതാ അനിയത്തിക്ക് ഇച്ചിരി സ്നേഹം കൂടുതലായി പോയി. എന്താക്കാനും പറ്റില്ലല്ലോ. ഇങ്ങനെയല്ല വ്ലോഗ് എടുക്കണ്ടേ. നമ്മുടെ ഹായ് ദുബൈക്ക് വന്നോ? അതെ, ഇനി അടുത്ത ബ്ലോഗ് അച്ഛാ മുത്തമ്മേ മൂ അച്ഛാ ഒക്കെ നോക്ക് ഒക്കെ നോക്ക്. എന്തേ വെല്ലിമ്മേ ഇനി നമുക്ക് കെട്ടുവെക്കൽ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അടക്കയും വെറ്റിലയൊക്കെ ഞാൻ അമ്മക്ക് കൊടുത്തിട്ട് അനുഗ്രഹം വാങ്ങിക്കും, അച്ഛൻ്റെയും അമ്മേൻ്റെ എല്ലാം കയ്യിൽ നിന്ന്. അതാണ് ഈ സംഭവം. നല്ല ഡേറ്റ് ചേച്ചി അങ്ങനെ എല്ലാവരും എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചാർലീനെയും കൂട്ടി പോയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ചാർലി. അപ്പം നമ്മൾ ചാർലീനെയും കൂട്ടിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, കപ്പിൾ ഷോട്ട്സൊക്കെ കുറച്ച് എടുത്തു. ചാർലീനെ കൊണ്ട് നമ്മൾ കുറേ പോസ് ചെയ്യിപ്പിക്കാനൊക്കെ നോക്കി. പക്ഷെ നമ്മൾ പറയുന്ന വഴിക്കല്ല ചാർലി പോയിക്കൊണ്ടായത്. കുറേയൊക്കെ അവൻ നല്ല അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു. അവനിങ്ങനെ നമ്മളെ അവൻ്റെ ബെൽറ്റ് ഊരി വിട്ടാൽ അത്രയും സന്തോഷം. അങ്ങനെ നമ്മൾ കുറച്ച് അതിന് ശേഷം വന്നതിന് ശേഷം നമ്മൾ കുറച്ച് വീട്ടിൽ നിന്ന് കുറച്ച് സീൻസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. റൂമിൽ നിന്നും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് കൊട്ടിക്കലാശായിട്ട് എൻ്റെ എന്താ പറയുക മേക്കപ്പും സാരിയും പിന്നെ ഇട്ട ഗോൾഡും എല്ലാം ഊരണമല്ലോ. കാരണം ഈ തലയിൽ വെച്ച മുല്ലപ്പൂ ആണെങ്കിലും എല്ലാം ഭയങ്കര ഹെവി ആയിട്ട് തോന്നുന്നുണ്ട്. ഇതൊന്നും ഊരി മീൻസ് പൊതുവേ ഇങ്ങനെ നമുക്ക് മേക്കപ്പ് ചെയ്തിട്ട്
ഹെയറൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് തിരിയാൻ പറ്റില്ല. അവിടെ മറ്റേ സാധനം വെച്ചതുകൊണ്ട് തിരിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ കല്യാണത്തിൻ്റെ ആട്ടിലിങ്ങനെ തിരിയുന്ന സമയത്ത് ഞാൻ ഫുള്ള് തിരിയുന്നില്ല, ഞാനിങ്ങനെ എന്താ പറയുക ഇതോടെ തിരിയുന്നതാണ്. അപ്പം ആ ഒരു ബുദ്ധിമുട്ട് ഫുള്ള് ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ലായിരുന്നു, 360 ഡിഗ്രി ആയിട്ട് തിരിയാൻ പറ്റൂല എന്നേ ഉള്ളൂ. അപ്പം എന്താ പറയുക, നമ്മൾ ഞാനും നീതുവും പിന്നെ മീനും കൂടിയിട്ട് പിന്നെ ശ്രീയും ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടിയിട്ട് എൻ്റെ ഓരോരോ സാധനമൊക്കെ ഇങ്ങനെ ഊരി സെറ്റാക്കിയിട്ട് പിന്നെ ഞാൻ നേരെ പോയി കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് ഫ്രഷായിക്കുക. ഈ സാരിയിൽ തന്നെ ഒന്ന് ഊരിയപ്പാടന്നെ നമ്മളെ എന്താ പറയുക, നമുക്കൊന്ന് എന്തോ നമ്മളെ ഹെവിനെസ് പോയ പോലെ ഭയങ്കര റിലീഫും ഭയങ്കര കംഫർട്ടും ആയിരുന്നു ഇതൊക്കെ ഊരി ചാടിയതിന് ശേഷം. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ അന്നേരം തന്നെ ഏകദേശം രാത്രി ആയിട്ടുണ്ടായിരുന്നു, നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക്. കാരണം അമ്മ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്, അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അച്ഛൻ രാത്രിക്ക് എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം മാത്രമേ അച്ഛൻ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അച്ഛനോടൊക്കെ മിണ്ടിയതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പോയി കിടന്നുറങ്ങി ഗൈസ്. ഇന്നത്തെ എൻ്റെ കല്യാണ വ്ളോഗ് ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. ഇന്ന് കല്യാണം കഴിഞ്ഞിട്ട് നാളെയാണ് ഞങ്ങളെ വിരുന്നുണ്ടായത്. എൻ്റെ വീട്ടിലേക്ക് വിരുന്നുണ്ടല്ലോ, അപ്പോൾ നാളെയാണ് എൻ്റെ വിരുന്ന്. അപ്പം ഇന്നത്തെ ഈ വ്ളോഗ് എല്ലാവരും പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ട് കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും കണ്ട് അഭിപ്രായം പറയുക, എല്ലാവരും കമൻസിൽ പറയുക എങ്ങനെയുണ്ടായിരുന്നു, ലുക്ക് എങ്ങനെയുണ്ടായിരുന്നു, കല്യാണം എങ്ങനെയുണ്ടായിരുന്നു എന്ന് എല്ലാവരും ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ഓരോരോ ഷോർട്സായിട്ട് ഞാൻ ഇടുന്നുണ്ട് എൻ്റെ ചാനലിൽ, അതും കൂടി എല്ലാവരും പോയി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.